റെസിപ്പി ഗ്രീൻ പീസ് മസാലയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് 6 to 8 hours എടുക്കും നന്നായിട്ട് കുതിർന്ന് വരാൻ. 2 സവാള അരിഞ്ഞത്, 2 വലിയ വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, കറിവേപ്പില, 2 തക്കാളി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മല്ലിയില, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. ഞാൻ കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെയാണ് വേവിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒരു ബ്രൗൺ കളർ, ചെറിയ ബ്രൗൺ കളർ ആവുന്നതിന് നമ്മൾ വഴറ്റിയെടുക്കാം. ഇപ്പൊ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളിലെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കണം. ഇപ്പൊ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇനി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടാം. ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ആഡ് ചെയ്യാം. ഉപ്പ് പാകത്തിനാണോ നോക്കുക, ആവശ്യത്തിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം.